വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ അറസ്റ്റിലായിരിക്കുകയാണ്. താന്യം സ്വദേശി യദു ഗിരീഷാണ് പോലീസ് പിടിയിലായത്. അവല് എണ്ണ ഇട്ടിട്ട് പോയി. ഇതെന്താ പലർക്കടയാ? മറാത്തിപ്പെണ്ണോ? മൈറാഹിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവളെ ടു തെറി വിൽക്ക്. എല്ലാവർക്കും നമസ്കാരം. യദു ഗിരീഷ് വിവാഹ വാഗ്ദാനം നൽകി പേപ്പിച്ചു എന്നാണ് പരാതി. ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ ഒരുത്തമ്മയുടെ കൂടെ കൂടുമുടുക്കി എടുത്തുകൊണ്ട് പോകുന്നവളുമാരെല്ലാം പതിവ്രതകൾ. ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് കൈയും കെട്ടി എഴുന്നിട്ട് ഇപ്പം വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയത്. നിനക്കൊക്കെ അത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ, പെണ്ണുങ്ങളടുത്താണ് ഞാൻ ചോദിക്കുന്നത്, ഇവൻ്റെ അവിടെയൊക്കെ പോയവളുമാരടുത്ത് അത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു, അതുവരെ വെയിറ്റ് ചെയ്തുവിടായിരുന്നു. ഇതങ്ങ് പോവും, എല്ലാം അനുഭവിക്കും. ലാല സരക്കൊക്കെ ലാല എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് അനുഭവിച്ച് കുറെ കഴിയുമ്പോൾ അവൻ എന്നെ വിവാഹം ആശാൻ ഈ ബേബിക്കും പണ്ണി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന കാട്ടവരാതങ്ങൾ. ഓരോരുത്തരും അങ്ങോട്ടങ്ങ് ഇറങ്ങും. ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യില്ല ഇവളുമാരെ. ഞാൻ അതേ പറയത്തുള്ളൂ. ഇവിടുത്തെ നിയമം കുറച്ചുകൂടി ഒന്ന് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം. നമ്മുടെ രാഹുൽ ഈശ്വരണ്ണ ഇറങ്ങുമെന്ന് എൻ്റെ വിശ്വാസം. എന്തായാലും അവൻ അത്ര വെടിപ്പാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെയൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. അവൻ പ്ലേ ബോയ് ആയിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവൻ്റെ കൂടെയൊക്കെ പോയിട്ട് ഇവൻ്റെയൊക്കെ വാക്കുകളും വിശ്വസിച്ച് പോകുന്നവളുമാരെ മടൽ വെട്ടി അടിക്കണ്ടേ? പോയി എല്ലാ സുഖങ്ങളും ഒരുമിച്ച് അനുഭവിക്കും. പിന്നെ വന്നിട്ട് ഇവൻ വാഗ്ദാനം നൽകി ഉണ്ടാക്കി പോലും. ഇവൻ്റെ അക്കൗണ്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം യദു ഗിരീഷ് എന്നാണ് പേര്. യാദ് ജി വന്നേരി എന്ന് പറഞ്ഞിട്ട് 48,600 ഫോളോവേഴ്സ്, അങ്ങോട്ട് 360 ഫോളോയിങ്, 402 പോസ്റ്റും ഉണ്ട്. ഇവൻ്റെ ബയോ നോക്കാം. റീൽ ക്രിയേറ്റർ, ലോർഡ് വിഷ്ണുമായ ഡിവോട്ട്, DM ഫോർ കൊളാബ് വരും. ഇനി മിക്കവാറും നല്ല കൊളാബ് വരും. നോ ലൂസ് സ്റ്റോക്ക്. വെറുതെ സംസാരിക്കില്ലെന്ന്, കാരണം സമയമില്ല. ആഷാൻ ഭയങ്കര തിരക്കിലാണ്. ഹസ്ബൻഡ് ആൻഡ് ഫാദർ. അപ്പം നീ പെണ്ണാ? എന്ത് സംഭവ? എവിടെയോ എന്തോ യാദി വന്ന് ഇതിനി ഇതല്ലേ അവൻ്റെ അക്കൗണ്ട്? ഇത് തന്നെ അക്കൗണ്ട്. യദു മിസ്റ്റർ ഡിഫക്റ്റ്. നീ തന്നെടാ. ഹസ്ബൻഡ് ആൻഡ് ഫാദർ, സിഗ്നിഫിക്കൻ്റ് അതർ, ബിബിത 56-8. ഓക്കെ, ഇതാണ് അവൻ്റെ അക്കൗണ്ട്. ഈ അക്കൗണ്ടിലാണ് അവൻ്റെ സകലമാന വീഡിയോസ് ഉള്ളത്. അവൻ്റെ റീൽസ് ഉണ്ട്, ഇഷ്ടംപോലെ റീൽസും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. 402 പോസ്റ്റ് ഉണ്ട്. ഇതിലെനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ബയോയിൽ ഹസ്ബൻഡ് ആൻഡ് ഫാദർ. ഇവൻ ഹസ്ബൻഡാണെന്നാ, ഇനി ഇവന് വേറെ ഹസ്ബൻഡ് ഉണ്ടെന്നാ. എന്തിനായാലും കൊള്ളാം. അതൊക്കെയാണ് ഇവൻ്റെ കലാവിരുദ്ധകൾ. ഇവൻ്റെ ഒരു റീൽ വീഡിയോ കൊടുക്കാം. ഇവൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു കിടുക്കൻ റീലുണ്ട് കേട്ടോ. ഞാൻ അതാദ്യം ഒന്ന് കൊടുക്കാം, കണ്ടു നോക്കൂ. എന്താ പ്രശ്നം വെച്ചാൽ തുറന്നു പറയാ. എന്റെ ശരീരത്തിൽ എന്റെ അറിവോടല്ലാതെ ഏതൊക്കെ അദൃശ്യ ശക്തികൾ വരവ് പോക്ക് നടത്താറുള്ള പോലെ തോന്നൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല പറയാ. ചില സമയങ്ങളിൽ എന്റെ ശരീരത്തിൽ അയ്യപ്പസ്വാമി കുടികൊള്ളാറുള്ള പോലെ ഒരു തോന്നൽ. അത് നല്ലതല്ലേ? ചില ചീത്ത മനുഷ്യന്മാരുടെ ശരീരത്തിൽ ചെകുത്താൻ കുടിയേറുന്നത് പോലെ ചില നല്ല മനുഷ്യരുടെ ശരീരത്തിൽ ദൈവവും. ചിലർക്ക് അത് സ്വപ്നമായാണ് തോന്നുന്നത്. മോന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എല്ലാം ദൈവകൃപ. മുടി വെട്ടില്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വെട്ടും. നമ്മൾ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്ക് സൈഡിൽ ഞാനുണ്ടാവും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഫുള്ള് അമ്പലത്തിനകത്ത് ഉണ്ണിക്കണനാണെങ്കിൽ കാവലാളായി പുറത്തുള്ളത് ഒരു ഉണ്ണിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂപ്പര് അങ്ങനെ സാധിച്ചു തരും. നമുക്ക് തൽക്കാലം അവളുടെ ചേരും. എന്താ അതിനെ വലത് കൈ വെട്ടി കളഞ്ഞതാ. അതിനെ ഇടത് കൈ വെച്ച് തൊട്ട് നോക്കിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞില്ലടാ നിന്റെ ഇടത്തെ കൈ കൊണ്ട് റോസാപ്പൂ പോലൊക്കെ അവൾക്ക് 10 അടിങ്ങനെ അടിച്ചേ. പവർ തന്നെ വരും. ബാക്കി പവർ ഇവരെ വെച്ച് നിന്റെയൊക്കെ തല കൊയ്യൽ പടച്ചോൻ കൂടി കൊണ്ടെന്ന് പറഞ്ഞ ആളുടെ കേട്ടപ്പ് കണ്ടോ മക്കളെ.
അവന്റെ കാലങ്ങ അറുത്താലോചന. എന്നെയും എന്റെ ഇത്തേനെയും അവരിൽ നിന്ന് രക്ഷിക്കണേ തമ്പാനെ. ഞാൻ പറഞ്ഞ പോലെ നീ ഒന്നര വന്നില്ലെങ്കിൽ ഞാൻ പോവും. തെറ്റ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു റീലാണ്. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പൊളിച്ചോണ്ടല്ലേ ആവശ്യം വരുന്നേ. ഒരു കാര്യം പോരെ നീ അവിടെ പോയി എടുക്കുക. എത്ര നേരം ഞാൻ ഇവിടെ പോസ്റ്റ് ഓഫീസിനോട് വെയിറ്റ് ചെയ്തിട്ട്. കിടുക്ക റീലല്ലേ, അടിപൊളി റീലായിരുന്നു. നല്ല റീലൊക്കെ ചെയ്ത് വന്ന് കയറിക്കൊണ്ട് വന്നപ്പോഴാണ് അവൻ്റെ വാഗ്ദാനം നൽകി പീപ്പിച്ച കേസ് വന്ന് അവൻ്റെ നെഞ്ചത്തോടി വീഴുന്നു കൊടുത്ത നല്ലൊരു പയ്യനായിരുന്നു. പക്ഷേ എന്തായാലും എല്ലാം കണക്കിൻ്റെ പിന്നെ പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറൊരു കേസ് പറയാം. ഓരോ റീലും ഈ വീഡിയോ ഒക്കെ കണ്ട് ഓരോരുത്തന്മാരെ പിന്നാലെ പോകുന്നവളുമാരെയും കൂടി മടൽ വെട്ടി അടിക്കണം. ഉള്ള കാര്യം പറയാൻ കേട്ട. പോയിട്ട് അവന്മാർ വളച്ച് ആ പരിപാടികളെയും എല്ലാം നടക്കും. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അവളുമാർക്ക് പരാതി കത്തും. അയ്യോ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീപ്പിച്ചേ, എന്നെ പഞ്ഞിയേ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ന്യൂസ് കാണാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ അറസ്റ്റിലായിരിക്കുകയാണ്. താന്യം സ്വദേശി യദു ഗിരീഷാണ് പോലീസ് പിടിയിലായത്. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 50,000-നടുത്ത് ഫോളോവേഴ്സാണുള്ളത്. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. തൃശൂരിൽ നിന്നും അനഘ മുരളി ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അനഘ, ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? അവസാന ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് 48,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ് യദു ഗിരീഷ്. തൃശൂർ താന്യം സ്വദേശിയാണ് യദു. നിലവിൽ യദുവിനെതിരെ 3 യുവതികളാണ് ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഈ യുവതികൾ യദുവിനെതിരെ നിലവിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യദുവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ പരാതിയിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നഗ്ന ദൃശ്യങ്ങൾ, പീഡനശേഷം നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയിട്ടുണ്ടോ എന്നും ഇവർ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടുതൽ യുവതികൾ സമാനമായിട്ടുള്ള രീതിയിലുള്ള പീഡനം യദുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ടുണ്ട് എന്നാണ്. ഏതാണ്ട് 15ഓളം യുവതികളെ യദു പീഡിപ്പിച്ചിട്ടുള്ളതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ യദു ഗിരീഷ് എന്ന ഇൻഫ്ലുവൻസറിനെതിരെ കൂടുതൽ പരാതികൾ വരാനായിട്ടുള്ള സാധ്യതയാണ് പോലീസ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ IT ആക്ട് പ്രകാരവും യദുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തന്തയില്ലായ്മ ചെയ്യുന്ന എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇൻഫ്ലുവൻസർ ആണെന്ന് പറയരുത്. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥമല്ല അറിയുമോ ഇൻഫ്ലുവൻസറിന്റെ? അതുകൊണ്ട് ചോദിക്കുകയാണ്, സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി കൊടുക്കുന്നവരെയാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഇതിനെയൊക്കെ ഒന്ന് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുക? എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന അടുത്ത ചർച്ച ചെയ്യും അവനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്ന്. നിങ്ങളാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നതും അതേ നിങ്ങൾ ഇതിനപ്പുറത്ത് വരുന്ന ചർച്ച ചെയ്യും അവനെ ഇങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിന്നു പാപ്പുന്റെ കേസിൽ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, മാപ്രകൾ വെറും തൊല്ലയാണ്. ഇപ്പോൾ നിങ്ങൾ വെറും ഗതികേടിലോട്ട് പോയാണ് മാപ്രകൾ. ഉള്ള കാര്യം പറയല്ലേ, സത്യമായിട്ട്. അമ്മച്ചിയാണ് അതിൻ്റെ ഇടയിൽ കൂടി അതെനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം നമ്മുടെ യദു മൂഞ്ചിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നീ നാരെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്തയില്ലായ്മ തന്നെയാണ്. നീ ഇപ്പോൾ ഒരു പെണ്ണിനെ വളച്ച് അവളുടെ ഇഷ്ടത്തോടെ നീ അവളും കൂടി പരിപാടി ചെയ്തെങ്കിൽ പിന്നെ വന്നിട്ട് അവൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നീ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാറിക്കെതിരെ കേസ് എടുത്ത് അകത്താക്കി ഇവനെ ഇടിച്ച് ജാമ്പലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് അത് മറ്റേടുത്ത് തന്നില്ലാത്ത പരിപാടിയല്ലേ. പരിപാടിയും ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ ബ്ലാക്ക്മെയിൽ, അല്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്ത് പുറത്തുവിടും. ഈ പരിപാടി നീ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ഈ നാറിക്ക് നമ്മുടെ നിയമം കൊടുക്കണം. അങ്ങനെ പെണ്ണുങ്ങളെ മറ്റേ പരിപാടിയും ചെയ്തിട്ട് നിനക്ക് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല കേട്ടാ. പിന്നെ പണം തട്ടല്, പൈസയ്ക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കണം നാറി. അല്ല വല്ല പെണ്ണുങ്ങളെ എടുത്തു വെച്ച് ഭീഷണിപ്പെടുത്തിയല്ല ഉണ്ടാക്കേണ്ടത്. ഇത് സത്യമാണെങ്കിൽ കേട്ടോ, അതും തെളിയിക്കണം. ഇവളുമാർ വന്നിട്ട് അങ്ങ് പറഞ്ഞ ഉടനെ എടുത്തു വെച്ച് വിശ്വസിച്ചിട്ട് ഒരു ആണിന്റെ ജീവിതവും ജീവനും വലിച്ചു കയറേണ്ട കാര്യമൊന്നുമില്ല. അന്വേഷിക്കണം, അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ ചിലപ്പോൾ ഇവനിങ്ങനെ കയറി വരുമ്പോൾ തട്ടും കൊടുത്തെടുത്ത് ഇടുന്നതും ആവാം.
അല്ലെങ്കിൽ ഈ സ്പോട്ടിൽ പ്രതികരിക്കാതെ പിന്നെ കുറേ എണ്ണമൊക്കെ വരുമ്പോൾ എനിക്കത് യോജിപ്പില്ലടേ. കുറേ എണ്ണം ഇമാതിരി പരിപാടികൾ കാണിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടേ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായെന്ന് വെച്ചോ, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ മറ്റേ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ടീംസ് ആണെങ്കിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഇന്നത്തെ കാലമല്ലേ, ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പരിപാടിക്ക് നിൽക്കുക. മനസ്സിലായോ? അല്ലാണ്ട് പരിപാടിയും ചെയ്ത് എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് സുഖം അനുഭവിച്ചിട്ട് പിന്നെ വന്നിട്ട് പറയും, അയ്യോ എനിക്ക് എൻ്റെ ഏട്ടായിൻ്റെ ചതിക്കല്ല, അവൻ എങ്ങാണ്ട് തേച്ച് കഴിഞ്ഞാൽ നേരെ അവൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കും. അത് എനിക്ക് യോജിപ്പില്ല. കാരണം ആ സമയത്ത് നിങ്ങളെ പീഡിപ്പിക്കുകയല്ല ചെയ്തത്. പരസ്പര ഇഷ്ടത്തോടെ സുഖം അനുഭവിച്ച് പിന്നെ അത് പീഡനമായി മാറുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്കൊക്കെ അത്രയ്ക്ക് ഭയങ്കര ഇതാണെങ്കിൽ നീയൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ്റെ കൂടെയൊക്കെ പോവുക. ഇത് നിനക്കൊക്കെ കഴപ്പുകൾ തീരണം, അവൻ്റെ കഴപ്പ് അവനും തീർത്ത് അവസാനം കുറ്റം അവനും മാത്രം. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ കഴപ്പവും അവനും പങ്കെടുത്ത് അടിപൊളിയായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം വീഡിയോ എടുത്തു വെച്ചിട്ട് ഇമാതിരി തൊട്ടിൽ തന്നെ അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെതിരെ നടപടി എടുക്കണം, ശക്തമായ നടപടി എടുക്കണം. എന്തായാലും ഇവനുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഈ പറയുന്ന തെളിവുകൾ, അതായത് ഇവൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതോ നിങ്ങളുടെ അടുത്ത് പണം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയച്ചു തരിക. എങ്കിൽ നമുക്ക് ഇവനെ വലിച്ചിക്കണം. അല്ലാത്ത പക്ഷേ എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. പരസ്പര ഇഷ്ടത്തോടെ ഒരു സമയത്ത് സുഖം അനുഭവിക്കാൻ പോയിട്ട് പിന്നെ കുറ്റക്കാരാവും മാത്രം. അത് ഏത് പഞ്ചായത്തില്ല ന്യായം, അത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് വിഷയം. ഇനി ഇവന്റെ 1-2 റീൽ വീഡിയോകൾ കൊടുക്കാം. ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട്, പഴയ ഒരു റീൽ കൊടുക്കാം. അവല് എണ്ണ ഇട്ടിട്ട് പോയി. ഇതെന്താ പലർക്കടയാ? മറാത്തിപ്പെണ്ണോ? മൈറാഹിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവളെ 2 തെറി വിൽക്ക്. അവള് എന്നെ ഇട്ടിട്ട് പോയെന്നാണ്. മറാത്തിപ്പെണ്ണ് എനിക്ക് മനസ്സിലായില്ല. ഗുജറാത്തി മറാഠ മൈരത്തിപ്പെണ്ണാണ്. മൈരത്തിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവളെ 2 തെറി വിളിക്കാൻ ഞാൻ ഇവന് വേണ്ടിട്ട്. എടാ നിന്നെ അവൾ ഇട്ടിട്ട് പോയത് നന്നായല്ലോ. നീ അയക്കുന്ന മെസ്സേജ് അവൾ എങ്ങനെ മനസ്സിലാക്കാനാ? അവില് എണ്ണാന്നൊക്കെയാണ് നീ എഴുതി വെച്ചിരിക്കുന്നത്. നീ ഇപ്പൊ എനിക്ക് അവില് എണ്ണാന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തൊക്കെയാ എഴുതിന്റെ? ഒന്നും ചെയ്യല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ പിടിക്കാം. നീ അത് വിചാരിക്കുക, എന്നിട്ട് എൻ്റെ പൊന്നാളെ നിനക്ക് മുടി കണ്ട്, ശരി, നാട്ടുകാരെ കണ്ട്, കുഴപ്പമില്ല, എല്ലാവർക്കും അറിയാം നിനക്ക് മുടിയുണ്ടെന്ന്. അതിനിപ്പോൾ കുലുക്കി എടുത്ത് ഫ്രണ്ടിലോട്ടിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോട്ടെ, ഇനിയിപ്പോൾ നിൻ്റെ മുടിയല്ലേ നീ കാണിക്ക്. പക്ഷെ എൻ്റെ പൊന്നാളെ നീ കേസിൽ മുഞ്ചിയല്ലേ, അതാണ് അവസ്ഥ. കോരിനിൽ നിന്ന് വീരനാവാൻ പറ്റുമോ? എന്തായാലും നോക്കാം. ഇവന്ത് തേങ്ങ ചെയ്യുന്നത്? ഓക്കെ, ഓ പാട്ട് മസ്ത്. ഇനി കോപ്പി റൈറ്റ് അടിച്ച് കയറും. അവൻ കോരിൽ നിന്ന് വീരനായ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ പൂക്കി ടൈപ്പ് മറ്റേ ഈ ക്യൂട്ട്നെസ് വാരി അറിയത്തില്ല, ആ ടൈപ്പ് വീഡിയോ ആണ്. ഓക്കെ, അടുത്ത റീല് കാണാം. ഡാൻസ് ആണല്ലോ, നോക്കട്ടെ. ഇതെന്താ സംഭവം? ഇതും പാട്ടാണ്. കോപ്പി റൈറ്റ് കിട്ടും മക്കളെ അണ്ണാക്കിൽ. നമുക്ക് ഡാൻസ് കണ്ട് ആസ്വദിക്കാം. ഡാൻസ് കാണും, ഞാൻ പാടിത്തരട്ടെ. വായ എൻ വീര. പാട്ട് പറഞ്ഞുകൂടല്ലോ കോപ്പ. അതിന് മുമ്പ് ഇപ്പം പാട്ടും തീരും. ഏത് പാട്ട് പാടാൻ? നിങ്ങൾ പറ. 1 അമർത്ത്, 1 2 അമർത്ത്, ഏതെങ്കിലും പാട്ട് പാടാം. നെഞ്ചിനിലെ മൂഞ്ചലേ മൂഞ്ചിച്ചില്ലേ തെഞ്ഞൊട്ടിയേ. എന്തായാലും കൊള്ളാടാ, നിന്റെ അവസ്ഥ പരിതാപകരാണ്. ഏതാണ്ട് 15ഓളം പെൺപിള്ളേരെ നീ പണപ്പിച്ചെന്നാണ് പറയുന്നത്. അതിൽ എല്ലാവരും നിന്റെ കൂടെ താല്പര്യത്തോടെ വന്നെങ്കിൽ നീ വീരൻ തന്നെടേ. ഏത് വീരൻ മൃത്യൻ, അത് വിട്. അപ്പം നീ മറ്റേ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തനം, തന്തയില്ലായ്മ, നിന്നെ പിടിച്ചിടിച്ച് നൂത്ത് നിന്നെ അകത്താക്കണം. അതിൽ ഒരു മാറ്റവും വേണ്ട. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ട പെണ്ണുങ്ങളെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തായാലും പെണ്ണുങ്ങളടുത്ത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയാനുള്ള, സൂക്ഷിക്കുക. നീയൊക്കെ തന്നെ സൂക്ഷിക്കണം കേട്ടാടി. എല്ലാവരും അടുത്താണ് പറയാനുള്ളത്. പിന്നെ വന്നിട്ട് കൈയും കാലും ഇട്ട് അടിക്കുക, അവനെ പിച്ചി മാന്തി നുള്ളി എന്നെ ബീപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴങ്ങ് പോവും, കൂടും കൊടുക്കുകയെന്ന് എടുത്തോണ്ട്. ഏട്ടായി വിളിച്ചേ, കാന്താരി വന്നേ എന്ന് പറഞ്ഞുകൊണ്ടോ കൊണ്ടുപോകും. പിന്നെ ഓരോന്ന് കിടന്ന് ഇത്ര ഞാൻ കുറുക്കൊക്കെ വരയ്ക്കും. എല്ലാവളുമാരും വരുത്തി വെക്കുന്നത്.
ഓരോരുത്തന്മാരുടെ കൂടെ അങ്ങ് പോവും. അവൻ്റെ 10 ഫോളോവേഴ്സും കണ്ടു കഴിഞ്ഞാൽ നേരെ അവൻ്റെ നിക്കറും പിടിച്ചങ്ങ് പോവും. പിന്നെ വന്ന് കിടന്ന് എന്നെ പീപ്പിച്ചേ, എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീപ്പിച്ചേ. രാഹുൽ ഈശ്വരല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഉണ്ടല്ലേ. കല്യാണം കഴിഞ്ഞ് വേറൊരുത്തി ഭർത്താവുണ്ട്, അവനെ വെച്ചും കൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ അവിഹിതത്തിന് പോയിട്ട് ഇവളിപ്പുറത്തൊന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടം പീപ്പിച്ചത്. അക്കും ഇപ്പുറത്ത് വേറെ ഭർത്താവ് ഇരിക്കണം, അവനെ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിഹിതത്തിന് പോയോളാ. ഇവളൊക്കെ ആരുടെ ഇതൊക്കെ ഒന്നും പറയാനില്ല. ഇതുപോലത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തീർത്തും ഇവനെ കുറ്റമൊന്നും പറയാൻ പറ്റൂല. ഇവളുമാരെ അത് മോളുകളാണെന്ന് നമുക്കറിയാമോ? ഇല്ല. ഇവളുമാരുടെ ഐഡന്റിറ്റി പുറത്തു വരൂ? ഇല്ല. ഇവളുമാർ ഏതാണെന്ന് ആരെങ്കിലും അറിയില്ല. അവൻ്റെ പേരിൽ ഒരു ആരോപണം വന്നേ ഉള്ളത്, തീർന്നു. ഇതാണ് അവസ്ഥയുടെ വല്ലാത്ത അവസ്ഥ. IT ആക്ട് ഇട്ട് കേസും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. തെളിവ് കാണിച്ച് കാണും. ഇവൻ പണ്ണി കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റേ കേസിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ഇവനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയോന്ന്, അത് മാത്രമേ എനിക്ക് ഡൗട്ടായിട്ടുള്ളൂ. ഇതല്ല അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ തെളിവ് സഹിതം വരിക. നമ്മളെപ്പോലെ ആരുടെയെങ്കിലും അടുത്ത് എൻ്റെ അടുത്ത് തന്നെ വരണമെന്നൊന്നും ഇല്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.